വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിൽ സിബിഐ തടഞ്ഞതിലൂടെ മമതാ ബാനർജി അഴിമതിയെ സംരക്ഷിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. സിബിഐക്കെതിരായ നീക്കം രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന് ഭീഷണി. ഗവർണറോട് റിപ്പോർട്ട് തേടിയെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം സിബിഐ നീക്കത്തിനെതിരെ ഇടതുപക്ഷം ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചതോടെ ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സിബിഐ നടപടിയിൽ പ്രതിഷേധിച്ച് മമതാ ബാനർജിയുടെ സത്യാഗ്രഹം പശ്ചിമബംഗാളിൽ 2ാം ദിവസവും തുടരുന്നു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ നാടകങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളെയും പ്രക്ഷുബ്ധമാക്കി. എൻഡിഎ ഇതര കക്ഷികളോട് അകലം പാലിച്ചിരുന്ന ബിജു ജനതാദളിന്റെ ബിജെഡി, ശിവസേന തുടങ്ങിയവരും തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളോടൊപ്പം പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. സമാനതകളില്ലാത്ത സംഭവവികാസമാണ് പശ്ചിമബംഗാളിൽ നടന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തിരിച്ചടിച്ചു. രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന് ഭീഷണിയാണ് ബംഗാളിലുണ്ടായത്. അഴിമതിയെ സംരക്ഷിക്കുകയാണ് സർക്കാർ. ഗവർണറോട് റിപ്പോർട്ട് തേടിയെന്നും രാജ്നാഥ് സിംഗ് പാർലമെന്റിനെ അറിയിച്ചു. कल कलकत्ता में सीबीआई के अधिकारियों को उनको लॉफुल ड्यूटीज को करने से न केवल रोका गया बल्कि उन्हें कलकत्ता पुलिस द्वारा पुलिस थाने में डिटेन किया गया। मैं समझता हूं कि ऐसी घटना देश के इतिहास में अनप्रेसिडेंटेड है। जैसा कि इस सदन को अवगत होगा, सीबीआई को शारदा स्कैम की जांच करने की जिम्मेदारी ऑनरेबल सुप्रीम कोर्ट ऑफ इंडिया द्वारा दी गई है। പ്രതിപക്ഷ പാർട്ടികളെ നശിപ്പിക്കാനാണ് സിബിഐയെ സർക്കാർ ഉപയോഗിക്കുന്നതെന്ന് മല്ലികാർജുന ഖാർഗെ കുറ്റപ്പെടുത്തി. എന്നാൽ ബംഗാളിൽ മമതയുടെ തേർവാഴ്ചയാണെന്ന് ടിഎംസി വിമത എംപി സൗമിത്ര ഖാൻ പറയാൻ ശ്രമിച്ചത് തൃണമൂൽ അംഗങ്ങൾ തടഞ്ഞു. തുടർന്ന് സഭയുടെ മുമ്പിലേക്ക് ക്ഷണിച്ച സ്പീക്കർ എംപിക്ക് മറ്റൊരു മൈക്ക് നൽകി ആരോപണം ആവർത്തിക്കാൻ അവസരമൊരുക്കി. അതേസമയം ചിട്ടി തട്ടിപ്പ് കേസുകളിലെ സിബിഐ അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരിലെ IPSകാരെ കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സത്യാഗ്രഹം 2ാം ദിവസത്തിലേക്ക് കടന്നു. മന്ത്രിസഭാ യോഗവും സത്യാഗ്രഹ പന്തലിൽ മമതാ ബാനർജി വിളിച്ചു ചേർത്തു. പശ്ചിമബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് BJP ആസ്ഥാനത്ത് വാർത്താസമ്മേളനം നടത്തിയ മന്ത്രി പ്രകാശ് ജാവദേക്കർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പശ്ചിമബംഗാൾ പോലീസ് സിബിഐ ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തതിനെതിരെ സിബിഐ നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. കൽക്കത്ത പോലീസ് കമ്മീഷണർ ചിട്ടി തട്ടിപ്പ് കേസിലെ തെളിവുകൾ നശിപ്പിച്ചുവെന്ന് കണ്ടെത്തിയാൽ കടുത്ത നടപടിയെടുക്കുമെന്നും ചീഫ് ജസ്റ്റിസ് മുന്നറിയിപ്പ് നൽകി. സിബിഐ നൽകിയ ഹർജിയിൽ അത്തരം തെളിവില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. കേസ് നാളെ രാവിലെ പരിഗണിക്കും. സിബിഐക്ക് വേണ്ടി സുപ്രീംകോടതിക്ക് മുമ്പിലെത്തിയ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത 2 ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഒന്ന്, കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ ചിട്ടി ഫണ്ട് തട്ടിപ്പിന്റെ തെളിവുകൾ നശിപ്പിക്കുന്നു. എത്രയും വേഗം കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകണം. 2, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ധർണയിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കോടതിയലക്ഷ്യത്തിന് നടപടിയെടുക്കണം. മറുപടി നൽകിയ ചീഫ് ജസ്റ്റിസ് അപേക്ഷയിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി. കമ്മീഷണർ ചിട്ടി തട്ടിപ്പിലെ തെളിവുകൾ നശിപ്പിക്കുന്നുവെന്ന് ആരോപിക്കുമ്പോഴും അത് വ്യക്തമാക്കാനുള്ള തെളിവുകൾ അപേക്ഷയിലില്ല. മറ്റാവശ്യങ്ങൾ അടിയന്തര പ്രാധാന്യം ഉള്ളതുമല്ല. പിന്നെന്തിനാണ് ഇത്ര ധൃതി? പോലീസ് കമ്മീഷണർ തെളിവുകൾ നശിപ്പിച്ചുവെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടിയെടുക്കുമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. തുടർന്ന് കേസ് പരിഗണിക്കുന്നത് നാളെ രാവിലത്തേക്ക് മാറ്റി. ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന സോളിസിറ്റർ ജനറലിന്റെ ആവശ്യവും കോടതി തള്ളി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പശ്ചിമബംഗാളിലെ പ്രധാന വിഷയം അഴിമതിയെന്ന് പ്രകാശ് കാരാട്ട്. ശാരദ ചിട്ടി തട്ടിപ്പ് കേസിൽ അഴിമതിക്കാർ മുഴുവൻ ശിക്ഷിക്കപ്പെടണം. ഇത്രയും കാലം മമതയുടെ അഴിമതിയോട് BJP മൃദു സമീപനം കാട്ടി. ഇപ്പോൾ നടക്കുന്ന നാടകങ്ങൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മോഡിയെ എതിർക്കുന്നു എന്ന കാരണം കൊണ്ട് മമതയുടെ അഴിമതി അംഗീകരിക്കാനാകില്ല. അഴിമതിയോട് വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ CPM ഉറച്ചു നിൽക്കുന്നു. വിവരങ്ങളുമായി സന്തോഷ് M ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെയാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ? അശ്വതി, പശ്ചിമ ബംഗാളിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM. ശാരദാ തട്ടിപ്പ് കേസ് എന്നുള്ളത് ലക്ഷക്കണക്കിന് പേരെ വഞ്ചിച്ച കേസാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. ഈ ശാരദാ തട്ടിപ്പ് കേസിൽ അഴിമതിക്കാരെ മുഴുവൻ ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത് പോലും CPIM ആണ്. ഈ വിഷയത്തിൽ CPIMന്റെ വളരെ ശക്തമായ നിലപാട് തന്നെയാണുള്ളത്. ഇപ്പോഴും CPIM പ്രാധാന്യം നൽകുന്നത് പശ്ചിമ ബംഗാളിലെ അഴിമതിയെ കുറിച്ച് തന്നെയാണ്. അഴിമതി തന്നെയാണ് പ്രധാനപ്പെട്ട
പശ്ചിമ ബംഗാളിലെ പ്രശ്നം. മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും CPIM പ്രാധാന്യം നൽകുന്നത് അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് തന്നെയാണ്. ഇപ്പോൾ ഈ ശാരദാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലും BJPയുടെ നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ മൃദു സമീപനമായിരുന്നു സ്വീകരിച്ചുകൊണ്ടിരുന്നത്. വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഈ ശാരദാ തട്ടിപ്പ് കേസ് അന്വേഷിക്കണമെന്ന് CPIM ആവശ്യപ്പെടുകയും കോടതി തന്നെ അന്വേഷണത്തിന് ഉത്തരവ് ഇടുകയും ചെയ്തതാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ മൃദു സമീപനം കാട്ടി. CBIയും അന്വേഷണത്തോട് നല്ല രീതിയിലല്ല CBI അന്വേഷണവും മുന്നോട്ട് പോയത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നാടകങ്ങൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ ഈ മോദിയെ എതിർക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മമതയുടെ അഴിമതിയെ അംഗീകരിക്കാൻ കഴിയില്ല. CPIM നിലപാടുള്ള പാർട്ടിയാണ്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് ചില BJP വിരുദ്ധ പാർട്ടികൾ മമതാ ബാനർജിയെ പ്രശംസിക്കുന്നത് കണ്ടു. മോഡിയെ എതിർക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് കോൺഗ്രസ് പാർട്ടിയും നേരത്തെ ഈ ശാരദാ തട്ടിപ്പ് കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച പാർട്ടിയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ മമതയെ അംഗീകരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നില്ല. ഏതായാലും CPIMന് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ട്. അഴിമതിയെ ഒരു തരത്തിലും അംഗീകരിക്കുന്നുള്ള നിലപാട് തന്നെയാണ് CPIMനുള്ളത്. ശാരദാ തട്ടിപ്പ് കേസിൽ മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കണം, നിയമപരമായി അതിന്റെ നടപടികൾ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ CPIM ഉറച്ചു നിൽക്കുകയാണെന്നും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കണ്ണൂരിൽ വ്യക്തമാക്കി. അശ്വതി. M. സന്തോഷാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മോദിക്കെതിരെ നിതിൻ ഗഡ്കരിയുടെ ഒളിയമ്പ്. കുടുംബം നോക്കാത്തവർക്ക് രാജ്യം നന്നാക്കാൻ കഴിയില്ലെന്ന് നിതിൻ ഗഡ്കരി. തന്റെ ജീവിതം പാർട്ടിക്കും രാജ്യത്തിനും വേണ്ടി നീക്കി വെച്ചിരിക്കുന്നുവെന്നാണ് ചിലർ പറയുന്നത്. ഇത് ശരിയല്ല. ആദ്യം കുടുംബത്തെ സംരക്ഷിക്കണം, പിന്നീട് രാജ്യം നന്നാക്കുകയെന്നാണ് വേണ്ടതെന്നും ഗഡ്കരി പറയുന്നു. നാഗ്പൂരിൽ ABVPയുടെ മുൻ പ്രവർത്തകരുമായി നടന്ന സംവാദത്തിനിടയിലായിരുന്നു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും പരോക്ഷ വിമർശനമുയർത്തിയത്. കുടുംബത്തെ മാന്യമായി നോക്കാൻ കഴിയാത്തവർക്ക് രാജ്യം ഭരിക്കാനാകില്ല. തന്റെ ജീവിതം പാർട്ടിക്കും കുടുംബത്തിനും വേണ്ടിയാണെന്ന് ചിലർ പറയുന്നു. ഇത് ശരിയല്ല. ആദ്യം കുടുംബത്തെ സംരക്ഷിക്കണം, പിന്നീട് വേണം രാജ്യം നന്നാക്കാൻ ഇറങ്ങേണ്ടതെന്നുമാണ് ഗഡ്കരി വ്യക്തമാക്കിയത്. അതേസമയം രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങൾക്ക് സ്വപ്നങ്ങൾ വിൽക്കുകയാണെന്നും വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അത് നടപ്പിലാക്കാൻ കഴിയില്ലെന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പരാമർശം പ്രധാനമന്ത്രിയെ ഉദ്ദേശിച്ചായിരുന്നുവെന്നും അന്നും വിമർശനമുയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പുതിയ പരാമർശം നടത്തിയത്. അതേസമയം ഗഡ്കരിയെ മുന്നിൽ നിർത്തി RSS നേതൃത്വത്തിന്റെ ചരടുവലിയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായും അടുത്ത തെരഞ്ഞെടുപ്പിൽ നിതിൻ ഗഡ്കരി ആയിരിക്കുമെന്ന സൂചന ചില കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലോ സർക്കാരുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ പാർട്ടി നേതൃസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മോദിക്ക് ഗഡ്കരി വെല്ലുവിളി ഉയർത്തുമെന്ന നിരീക്ഷണവും ഇതിന് പിന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക്. വാർത്തകൾ തുടരുന്നു. NSSന്റെ വിരട്ടൽ CPIMനോട് വേണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സുകുമാരൻ നായർ നിഴൽ യുദ്ധം നടത്തേണ്ട. BJPയെ സഹായിക്കാനാണ് കോൺഗ്രസ് ജാഥ നടത്തുന്നത്. പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് BJPയുമായി രഹസ്യബന്ധം സ്ഥാപിച്ചുവെന്നും കോടിയേരി കോഴിക്കോട്ട് പറഞ്ഞു. NSS നടത്തേണ്ടത് സമുദായ പ്രവർത്തനമാണെന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മുൻപ് NSS ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടുന്ന മുന്നണിയെ LDF തോൽപ്പിച്ചിരുന്നു. NSS നേതൃത്വത്തിന്റെ തെറ്റായ നിലപാടുകളെ അവരുടെ അണികളെ ഉപയോഗിച്ച് പരാജയപ്പെടുത്തും. NSSന്റെ വിരട്ടൽ CPIMനോട് വേണ്ട. സുകുമാരൻ നായർ നിഴൽ യുദ്ധം നടത്തേണ്ട എന്നും കോടിയേരി പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഇടപെടാൻ NSS ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ NSS രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവണം. നേരത്തെ NSS ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു, NDP. ആ NDPയുമായി ചേർന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി 1982 NDPയും കൂടി ചേർന്ന മുന്നണി UDF ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു. ആ മുന്നണിയെ NDP കൂടിയുള്ള മുന്നണിയെ തോൽപ്പിച്ചുകൊണ്ടാണ് 1987 ആ ജാതിമത ശക്തികളുടെ കൂട്ടുകെട്ടിനെ ഇടതുപക്ഷം പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ NSS മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വിരട്ടലിൻ്റെ മുമ്പിലും ഭയപ്പെടുത്തലിൻ്റെ മുമ്പിലും CPIM അതിന് വിധേയമാകാൻ പോകുന്നില്ല. KPCC ജാഥ നടത്തുന്നത് BJP അണികളെ ആകർഷിക്കാനാണെന്നും കോടിയേരി ആരോപിച്ചു. UDFും BJPയും തമ്മിൽ രഹസ്യ ധാരണയിലാണ്. ചില മണ്ഡലങ്ങളിൽ ചില കോൺഗ്രസ് നേതാക്കൾ BJP RSSുമായി രഹസ്യബന്ധം സ്ഥാപിച്ചതായും കോടിയേരി പറഞ്ഞു. ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ ചില കോൺഗ്രസ് നേതാക്കന്മാർ RSSുമായിട്ടുള്ള രഹസ്യബന്ധം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് KPCC പ്രസിഡന്റ് ആരംഭിച്ചിട്ടുള്ള യാത്രയിൽ ഉയർത്തുന്ന പ്രചരണ പരിപാടികൾ. ബംഗാൾ സംഭവം മോദിയും മമതയും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കെ സുധാകരനെ തള്ളിപ്പറഞ്ഞ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരളത്തിൽ പ്രധാന മത്സരം LDFും UDFും തമ്മിലാണ്. മത്സരം UDFും BJPയും തമ്മിലാണെന്ന് കെ സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ പരാമർശത്തെയാണ് മുല്ലപ്പള്ളി തള്ളിയത്. സത്യത്തിൽ കേരളം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ, ഇന്നലെ നിങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞല്ലോ, ഒരു ദ്വിമുഖമായ പോരാട്ടമാണ് ഞങ്ങൾ കേരളത്തിൽ നടത്താൻ പോകുന്നത്. ഒന്ന് BJP, അതുപോലെ തന്നെ CPM. അതിന് CPM ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല. ഒരു കെട്ടുറപ്പുള്ള സംഘടന എന്ന രൂപത്തിൽ സംഘടനാ ശേഷി അവർക്കുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അണികളാകെ ഫ്രസ്ട്രേറ്റഡ് ആണ്, അണികൾ നിരാശരാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ എടുക്കുന്ന നിലപാട്, ഫാസിനെതിരായിട്ട് പോരാട്ടത്തിൽ CPM എടുക്കുന്ന നിഷേധപൂർണ്ണമായ നിലപാടിലൊക്കെ തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ആളുകളാകെ ദുഃഖിതരാണ്. അവരുടെ മനസ്സ് പലപ്പോഴും വായിച്ചെടുക്കാൻ എനിക്ക് സൗഹൃദ സംഭാഷണ വഴിയിലൊക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. കോട്ടയം ഇക്കുറി ആരുടെ കോട്ടയാകും? ഇടത് വലതു മുന്നണികൾ ഒരേപോലെ പ്രതീക്ഷയിലാണ്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കും കുറവില്ല. ഉറച്ച വിശ്വാസം പെട്ടിയിൽ വോട്ടാകുമോ എന്ന് BJPക്കും ഉറപ്പില്ല. കോട്ടയം ജില്ലയിലെ പാല, കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ പിറവവും ഉൾക്കൊള്ളുന്നതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. ഭാവിയിലെ മന്ത്രിസ്ഥാനം കണ്ട് ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് മാറിയത് മണ്ഡലത്തെ അനാഥമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിൽ മണ്ഡലം പിന്തള്ളപ്പെട്ടതിന് ഇതൊരു കാരണമായെന്ന് പഴി പറയുന്നവർ മാണിയുടെ പാളയത്തിൽ തന്നെയുണ്ട്. ബാർക്കോഴ വിവാദം, കോൺഗ്രസ് വിരുദ്ധ നിലപാടുകൾ എന്നിവ മാണിക്കെതിരെ UDFിൽ സൃഷ്ടിച്ച ഇഷ്ടക്കുറവ് പെട്ടെന്ന് മാറുകയുമില്ല. കേരള കോൺഗ്രസിലെ ഭിന്നത, മാണി ജോസഫ് തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെട്ട ഒരവസ്ഥ, ബാർക്കോഴ ആരോപണം, UDFിൽ കോൺഗ്രസിനുമായുള്ള ബന്ധത്തിൻ്റെ ഉലച്ചിൽ, ഇതൊക്കെ തന്നെ ഈ സീറ്റിൽ ഒരു നല്ല സ്ഥാനാർത്ഥി നിർത്തി ജയിപ്പിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് കേരള കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. 1952 മുതൽ നടന്ന 16 പൊതുതെരഞ്ഞെടുപ്പുകളിൽ 5 തവണ കോട്ടയം ഇടതിനൊപ്പം നിന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിൽ മികച്ച പ്രകടനം നടത്താൻ ഇടതുപക്ഷത്തിനായി. ജില്ലാ പഞ്ചായത്തിലെ ഇടതുമുന്നണി അംഗസംഖ്യ 4-ൽ നിന്ന് 8ആയി. ജില്ലയിൽ കഴിഞ്ഞ തവണ 13 ഗ്രാമപഞ്ചായത്തുകളുണ്ടായിരുന്ന ഇടതുമുന്നണി ഇത്തവണ എണ്ണം 27ആക്കി വർദ്ധിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മണ്ഡലങ്ങളായ പാല, ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി, പിറവം എന്നിവിടങ്ങളിൽ മുന്നേറ്റം നടത്താനും മികച്ച ഭൂരിപക്ഷത്തിൽ വൈക്കത്തും ഏറ്റുമാനൂരും വിജയിച്ചതും LDFന് ഏറെ ആത്മവിശ്വാസം നൽകുന്നു. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷം വിജയിച്ചിരിക്കുന്ന 2 മണ്ഡലങ്ങൾ, അതായത് വൈക്കവും ഏറ്റുമാനൂരും വ്യക്തമായ ലീഡ് നേടി കഴിഞ്ഞാൽ വിജയിച്ച മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി, പിറവം ഈ മണ്ഡലങ്ങൾ, പാല, അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ തന്നെ ഇടതുപക്ഷത്തിനൊരു നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് മുൻ വർഷത്തെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഒരിക്കലും ഒരു ബാലികാറാമലയല്ല കോട്ടയം മണ്ഡലം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇടതുമുന്നണി ഈ സീറ്റ് നൽകിയിട്ടുള്ളത് ജനതാദൾ എസിനാണ്. മതസ്വാധീനം ഏറെയുള്ള മണ്ഡലത്തിൽ ശബരിമലയും പിറവം പള്ളിയും പ്രചരണ വിഷയങ്ങൾ തന്നെയാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയം ശരണമന്ത്രമാക്കിയ BJPക്ക് തെരഞ്ഞെടുപ്പ് പാത ഇനിയും കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് കണക്കുകൾ സാക്ഷ്യം നൽകുന്നു. മുൻ തിരഞ്ഞെടുപ്പുകളിൽ BJPക്ക് കാര്യമായ മുന്നേറ്റങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയാതെ പോയ മണ്ഡലമാണ് കോട്ടയം. 2004-ൽ 7.5% വോട്ടുണ്ടായിരുന്ന പാർട്ടി 2009-ൽ 4.6%-ലേക്കും 2014-ൽ 5.3%-ലേക്കും ഇടിഞ്ഞു. പലകുറി വിജയിച്ച മണ്ഡലമായതിനാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലം ഒരു ബാലികേറാമലയല്ല. അതേസമയം UDFിലേക്കുള്ള മാണിയുടെ മടങ്ങിവരവും അത് കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിച്ച ചേരിതിരിവും ജോസ് കെ മാണി മണ്ഡലം അനാഥമാക്കി പോയി എന്നുള്ള ജനവികാരവുമെല്ലാം തന്നെ UDFിൽ ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ഒപ്പം ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ 1,00,000-ലധികം വോട്ടിലേക്ക് കടക്കാൻ BJPക്കുമായിട്ടില്ല. ക്യാമറമാൻ സംജിത് ആർപ്പുക്കരയോടൊപ്പം കോട്ടയത്തു നിന്നും TP പ്രശാന്ത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അറിയിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നു. 22 പ്രതിപക്ഷ പാർട്ടികളാണ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ശരത് ചേരുന്നു. ശരത്, എന്തൊക്കെ ആശങ്കകളാണ് ഈ പാർട്ടികൾ കമ്മീഷനെ ബോധ്യപ്പെടുത്തുക? എന്തൊക്കെ നിർദ്ദേശങ്ങളായിരിക്കും ഇവർ മുന്നോട്ട് വയ്ക്കുക? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് നിരവധിയായ ആശങ്കകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആശങ്കകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ
പ്രവർത്തനത്തിൽ സംശയം രേഖപ്പെടുത്തുന്ന പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കുക എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് വിവിധങ്ങളായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ 50% വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണണം. അതുപോലെ തന്നെ ജയിച്ച സ്ഥാനാർത്ഥിയും രണ്ടാമതുള്ള സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 5% കുറവാണ് എങ്കിൽ ആ മണ്ഡലത്തിലെ എല്ലാ ബൂത്തിലെയും മുഴുവൻ വിവിപാറ്റ് സ്ലിപ്പുകളും എണ്ണണം. അതുപോലെ തന്നെ വോട്ടിംഗ് യന്ത്രത്തിലെയും വിവിപാറ്റ് ഇതിലെയും വോട്ടുകൾ എണ്ണിയാൽ അവയിൽ വ്യത്യാസമുണ്ട് എങ്കിൽ വിവിപാറ്റ് സ്ലിപ്പുകളുടെ എണ്ണം അന്തിമമായ വോട്ടുകളായി പരിഗണിക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, അവരുടെ നിർദ്ദേശമായി ഉയർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ 80% വോട്ടർമാരെയാണ് ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിനിധീകരിക്കുന്നത്. അതിനാൽ പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യത്തെ പരിഗണിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5 സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ പലയിടങ്ങളിലും വോട്ടിംഗ് യന്ത്രം പ്രവർത്തിച്ചില്ല. അതുപോലെ തന്നെ വോട്ടെടുപ്പിന്റെ സമയത്ത് പലയിടങ്ങളിലും വോട്ടെണ്ണലിന്റെ സമയത്ത് പലയിടങ്ങളിലും യന്ത്രങ്ങൾ തകരാറിലായിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ച സ്ട്രോങ് റൂമിലെ സിസിടിവികൾ പ്രവർത്തനരഹിതമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർത്തിയ ഹാക്കത്തോൺ ചാലഞ്ചുകൾ പല പാർട്ടികളും ഇതേവരെ ഏറ്റെടുത്തിട്ടില്ല. വോട്ടിംഗ് യന്ത്രത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് കമ്മീഷനും അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിനും അറിയില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഓഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള നിരവധിയായ ആശങ്കകൾ ഉണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക്. അതിനാൽ തന്നെ ഈ ഒരു ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ പാർട്ടികൾ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ പേപ്പറിലേക്ക് മടങ്ങണമെന്ന വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം സാധ്യമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിവിപാറ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുമായി പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ചേർന്ന 20ഓളം പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലാണ് ഇവിഎം വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഈ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ നേതാക്കന്മാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും അതേപോലെ തന്നെ ഇവിഎം ഹാക്കിങ്ങിന്റെയും പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഗുലാം നബി ആസാദ്, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗുലാം നബി ആസാദ്, അഹമ്മദ് പട്ടേൽ, ആനന്ദ് ശർമ്മ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുന്നു. സഞ്ജയ് സിംഗ്, മനോജ് ഷാ, ഡെറിക് ഒബ്രയൻ, ഡി രാജ, കുഞ്ഞാലിക്കുട്ടി, NK പ്രേമചന്ദ്രൻ തുടങ്ങിയ വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം കൂടിക്കാഴ്ച കഴിഞ്ഞ് നേതാക്കൾ പുറത്തേക്കെത്തും. വോട്ടിംഗ് മെഷീനിലെ ആശങ്കകൾ അറിയിക്കുവാനായി ഇലക്ഷൻ കമ്മീഷനുമായി പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. വിവരങ്ങളാണ് ശരത് ദില്ലിയിൽ നൽകിയത്. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെതിരായ കേസ് വിചാരണയ്ക്കായി സെഷൻസ് കോടതിയുടെ പരിഗണനയ്ക്ക്. ഫെബ്രുവരി 21 കേസ് സെഷൻസ് കോടതി പരിഗണിക്കും. ദില്ലി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് സെഷൻസ് കോടതിക്ക് വിട്ടത്. അതേസമയം കേസിൽ പ്രോസിക്യൂഷനെ സഹായിക്കാൻ അനുവദിക്കണം എന്ന സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആവശ്യം കോടതി തള്ളി. ദില്ലി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയാണ് സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സെഷൻസ് കോടതിക്ക് വിട്ടത്. വിചാരണയ്ക്ക് മുൻപായി ഫെബ്രുവരി 21 സെഷൻസ് കോടതി കേസ് പരിഗണിക്കും. കുറ്റപത്രത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെട്ടതിനാലാണ് കേസ് സെഷൻസ് കോടതിക്ക് വിട്ടത്. അതേസമയം പോലീസ് അന്വേഷണത്തിൽ ക്രമക്കേടുണ്ടെന്ന വിജിലൻസ് റിപ്പോർട്ട് വിചാരണയ്ക്കായി പരിഗണിക്കണമെന്ന ആവശ്യം കോടതി പരിഗണിച്ചില്ല. എന്നാൽ ദില്ലി പോലീസിനോട് വിജിലൻസ് റിപ്പോർട്ട് സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിൽ പ്രോസിക്യൂഷനെ സഹായിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ആവശ്യം കോടതി തള്ളി. മൂന്നാം കക്ഷിയെ കേസിൽ ഇടപെടുത്തേണ്ട സാഹചര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ആവശ്യം നിഷേധിച്ചത്. 2014 ജനുവരി 17 സുനന്ദ പുഷ്കർ സംശയാസ്പദമായ രീതിയിൽ മരണപ്പെട്ടതായി കണ്ടെത്തിയത്. കേസിൽ കോൺഗ്രസ് നേതാവും MP-യുമായ ശശി തരൂരിനെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് FIR സമർപ്പിച്ചിരുന്നു. IPC 498A, IPC 306 വകുപ്പുകൾ പ്രകാരം ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം എന്നീ കുറ്റങ്ങളാണ് തരൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിൽ കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ തരൂർ ജാമ്യത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം PSC മുഖാന്തരം 90,183 പേർക്ക് നിയമന ശുപാർശ നൽകിയെന്ന് മുഖ്യമന്ത്രി. 2018 ഡിസംബർ വരെയുള്ള കണക്കാണിത്. ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കാനായി വകുപ്പ് പരിശോധനയും ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി സഭയെ അറിയിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയുള്ള നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഒഴിവുകൾ കൃത്യമായും യഥാസമയത്തും റിപ്പോർട്ട് ചെയ്യുന്നതിനും റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും പരമാവധി നിയമനം ഉറപ്പുവരുത്തുന്നതിനും ഇതിലൂടെ കഴിഞ്ഞതായും മമ്മൂട്ടിയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. 2018 ഡിസംബർ വരെ 90,183 പേർക്ക് നിയമന ശുപാർശ നൽകി. ഇക്കാലയളവിൽ വിദ്യാഭ്യാസ വകുപ്പിൽ 4,434 ആരോഗ്യവകുപ്പിൽ 4,217 ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലായി 18,896 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു.
മാത്രമല്ല വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനങ്ങൾ PSC മുഖാന്തരമാക്കുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്തു. നിയമനം PSCക്ക് വിട്ട സ്ഥാപനങ്ങളിൽ നിയമനം നടത്തുന്നതിന് അടിയന്തരമായി സ്പെഷ്യൽ റൂൾസ് രൂപീകരിക്കാൻ വകുപ്പുകൾക്ക് കർശന നിർദ്ദേശം നൽകി. 2019 പ്രതീക്ഷിത ഒഴിവുകൾ ജനുവരി 31 മുൻപ് റിപ്പോർട്ട് ചെയ്യുവാനും വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്നത് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെൽ വകുപ്പുകളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടുകയും സർക്കാർ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ടൊറീനോ അഡ്വർടൈസിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ സുലേഖ ദാവൂദിന് വാരണസിയിൽ നടന്ന പ്രവാസി ദിവസിൽ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് പ്രവാസി ഭാരതീയ സമ്മാൻ നൽകി ആദരിച്ചു. സുലേഖ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ സ്ഥാപക ചെയർപേഴ്സൺ കൂടിയാണ് ഡോക്ടർ സുലേഖ. UAE ഗവൺമെന്റിന്റെ നിരവധി അംഗീകാരങ്ങളും സുലേഖയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ലോകത്തെ സ്വാധീനിച്ച 20 ഗ്ലോബൽ ഇന്ത്യൻ വനിതകളിൽ ഒരാളായും ഡോക്ടർ സുലേഖയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. 2019 മണപ്പുറം മിസ് സൌത്ത് ഇന്ത്യ കിരീടം കേരളത്തിന്റെ നികിത തോമസ് കരസ്ഥമാക്കി. തരിണി കലങ്കരായ ഫസ്റ്റ് റണ്ണറപ്പും ദീപ തോമസ് സെക്കൻഡ് റണ്ണറപ്പുമായി. തെന്നിന്ത്യയുടെ സൗന്ദര്യ റാണിയെ കണ്ടെത്താനായി ഡോക്ടർ അജിത് രവി നടത്തിയ 17ാമത് മിസ് സൌത്ത് ഇന്ത്യ സൗന്ദര്യ മത്സരത്തിലാണ് ഇവർ ജേതാക്കളായത്. പെഗാസസിന്റെയും റോട്ടറി ക്ലബ്ബ് ഓഫ് കോയമ്പത്തൂർ ടെക് സിറ്റിയുടെയും സംയുക്ത സംരംഭത്തിൽ സംഘടിപ്പിച്ച മിസ് സൌത്ത് ഇന്ത്യ 2019 മുഖ്യ പ്രായോജകർ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് ആണ്. DQ വാച്ചസ്, സാജ് റിസോർട്ട്, UT വേൾഡ് ഇൻ, ജോസ്കോ ജുവലേഴ്സ് എന്നിവരാണ് പവേർഡ് ബൈ പാർട്ട്നേഴ്സ്. മിസ് സൌത്ത് ഇന്ത്യ വിജയ്ക്ക് മുൻ ജേതാവ് ലക്ഷ്മി മേനോനും ഫസ്റ്റ് റണ്ണറപ്പിന് സെക്കൻഡ് റണ്ണറപ്പിനും മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് MD ആൻഡ് CEO VP നന്ദകുമാറും കിരീടമണിയിച്ചു. ഫെബ്രുവരി 3 കോയമ്പത്തൂർ ലേ മരീഡ് ഹോട്ടലിൽ നടന്ന മത്സരത്തിൽ ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നിന്നായി 24 സുന്ദരിമാരാണ് മാറ്റുരച്ചത്. റിസർവ് ബാങ്ക് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രത്യാശ റിട്ടയർമെന്റ് ഹോം പദ്ധതി യാഥാർത്ഥ്യമായി. ആലുവയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ NS വിശ്വനാഥൻ നിർവഹിച്ചു. റിസർവ് ബാങ്കിൽ നിന്നും വിരമിച്ച് വിശ്രമജീവിതം നയിക്കുന്നവർക്കായി അസോസിയേഷൻ കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആലുവയിൽ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. 1 ഏക്കർ സ്ഥലത്ത് 68 ഫ്ളാറ്റുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ളാറ്റും പരിസരവും ഹരിത മേഖലയാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി അസോസിയേഷൻ പ്രവർത്തകർ വൃക്ഷത്തൈ നട്ട് തുടക്കം കുറിക്കുകയും ചെയ്തു. അസോസിയേഷൻ ഭാരവാഹികളായ PN നന്ദകുമാർ, PA പൗലോസ്, റിസർവ് ബാങ്ക് റീജിയണൽ ഡയറക്ടർ MSN സ്വാമി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.